ഹായ്. അങ്ങനെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരോണം കൂടിയുണ്ട്. ഇത്തവണ ഏതാണെങ്കിലും പതിവ് കോൺട്രവേഴ്സികൾ, വിവാദങ്ങളൊന്നും ഉയർന്നു കേട്ടില്ല. വിവാദം എന്ന് പറയുന്നത് ശരിക്കും ഇത് മഹാബലിയുടെ ആഘോഷമല്ല, മറിച്ച് വാമനന്റെ ആഘോഷമാണ്. വാമനാവതാരം. വാമനൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമാണ്. അപ്പോ നമ്മൾ ആഘോഷിക്കേണ്ടത് മഹാബലിയല്ല, വാമനെയാണ് എന്ന് പലരും ആവർത്തിച്ച് പറയാറുണ്ട്. തീർച്ചയായിട്ടും അത് RSSന്റെ നേതൃത്വത്തിലാണ്. പിന്നെ അതിനെപ്പറ്റി തർക്കങ്ങളായി, ചർച്ചകളായി, അതൊന്നും ഉയർന്നു കേട്ടില്ല ഇത്തവണ. എന്തുകൊണ്ടോ? പക്ഷേ ഇത്തവണ ഉയർന്നു കേട്ട മറ്റൊരു വാദഗതി എന്ന് പറയുന്നത് ഇതാണ്. മഹാവിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമാണ് വാമൻ എന്ന് പറയുന്നത്. വാമന് ശേഷമാണ് പരശുരാമൻ അവതരിക്കുന്നത്. അപ്പോ പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയതല്ലേ കേരളം? പരശുരാമൻ വരുമ്പോ ഈ വാമന് മഹാബലിയൊന്നും ഇല്ല. പരശുരാമന് മുൻപേ ഉള്ള അവതാരമാണ് വാമനൻ. അപ്പൊ എന്തോ എവിടെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എന്നാലോചിച്ച് നോക്കിയേ, വാമന് ശേഷമല്ലേ പരശുരാമൻ വരുന്നത്. അപ്പോൾ പിന്നെ മഴുവെറിഞ്ഞ കഥയൊക്കെ വെറും കഥകൾ മാത്രമാണോ? അത് മാത്രമല്ല, വേറൊരു സംശയം കൂടിയുണ്ട്. രാമോ രാമ രാമച്ച, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ. ഈ 3 രാമന്മാരിൽ ആദ്യം പറഞ്ഞത് ശ്രീരാമനല്ലേ? കാരണം ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ അമ്പും വില്ലും, ആദിമ മനുഷ്യൻ. പിന്നീട് ഏറെ കാലത്തിന് ശേഷമാണ് പരശുരാമൻ, ആക്സ്, മഴു, ലോഹങ്ങളുടെ കണ്ടുപിടുത്തം. അതിനും വളരെ ശേഷമാണ് ബലരാമൻ, കലപ്പ, കർഷകൻ. അതെ, മനുഷ്യൻ ഒരു സ്ഥലത്ത് സെറ്റിൽ ഡൗൺ ആയി കൃഷി ആരംഭിച്ചപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ആധുനിക മനുഷ്യൻ ഉണ്ടാകുന്നത്. കൾച്ചർ എന്ന പദം പോലും ഉത്ഭവിക്കുന്നത് അഗ്രികൾച്ചറിൽ നിന്നാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വസ്തുതയുണ്ട്. ഇവയെല്ലാം മനുഷ്യന്റെ പരിണാമത്തിന്റെ പല ഘട്ടങ്ങളാണ്. യുക്തിസഹമായി ആലോചിച്ച് നോക്കിയേ, മത്സ്യക്കൂർമ്മ, വരാഹം, നരസിംഹം. ജീവന്റെ ഉത്ഭവം ജലത്തിലാണ് എന്ന് ശാസ്ത്രം പോലും അംഗീകരിച്ച കാര്യമാണ്. ആദ്യ ജീവൻ എന്ന് പറയുന്നത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. നരസിംഹം എന്ന് പറഞ്ഞാൽ ഹാഫ് ലയൺ ആൻഡ് ഹാഫ് മാൻ, പകുതി മൃഗവും പകുതി മനുഷ്യനും. അപ്പോ മനുഷ്യന്റെ ഡെവലപ്മെന്റ് അല്ലെ, പരിണാമമാണ് മത്സ്യം മുതൽ നരസിംഹം വരെ. പിന്നെ അങ്ങോട്ട് ആദിമ മനുഷ്യൻ ശ്രീരാമൻ, പിന്നെ കണ്ടുപിടുത്തങ്ങളുടെ എല്ലാം ശേഷം പരശുരാമൻ, പിന്നെ കർഷകനായ ബലരാമൻ, പിന്നെ ആധുനിക മനുഷ്യൻ ശ്രീകൃഷ്ണൻ. അങ്ങനെയുള്ള പരിണാമത്തിന്റെ പല ഘട്ടങ്ങളാണ് ഈ പറയുന്നതെല്ലാം എന്നൊരു വാദഗതിയുമുണ്ട്. എനിക്കറിഞ്ഞുകൂടാ, ഇതൊക്കെ വാദഗതികളാണ്. ഏതാണെങ്കിലും ഇത്തവണത്തെ ഓണം താരതമ്യേന വിവാദരഹിതമായിരുന്നു എന്ന് തീർച്ചയായും പറയാവുന്നതാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന് പറയും ഇതൊന്നുമല്ല, ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ. അതാണ് ഓണം എന്ന് പറയുന്നത്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമാണ് എന്നേ ഉള്ളൂ. കൊയ്ത്തും മെതിയും കഴിഞ്ഞ് പത്തായപ്പുറങ്ങൾ നിറയുമ്പോൾ കൃഷി ചെയ്തവനും പണിക്കാരും ഒക്കെ ആഘോഷിക്കണം. അങ്ങനെ ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ്, ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് ഓണം എന്ന് പറയുന്നത്. കേരളത്തിൽ ഓണമാണെങ്കിൽ വേറെ സംസ്ഥാനം ചെയ്യുമ്പോൾ പൊങ്കലായിരിക്കും, മറ്റു സംസ്ഥാനം വേറെ ഒന്നായിരിക്കും. അങ്ങനെ ആഘോഷിക്കാനുള്ള അവസരങ്ങൾ മാത്രമാണ് ഇവയൊക്കെ. അത് എല്ലാവരും ഒന്നു ചേർന്ന് ആഘോഷിക്കുക തന്നെ വേണം. അവിടെ ജാതിയും മതവും ഒന്നും കൊണ്ടുവരുന്നത് ഒരിക്കലും ശരിയല്ല. തിരിച്ചറിഞ്ഞാൽ നന്ന്. താങ്ക് യു.